ആദ്യം മുളപ്പിച്ചിട്ട് വേണ്ടേ തൈ കുറച്ച് വെള്ളം വെച്ചാലേ നടുവാ. തൈ മുളപ്പിച്ചിട്ട് ചെടിയാക്കി എടുത്തിട്ട് പിന്നെ കുറച്ച് ചെടി വാങ്ങുകയും ചെയ്തിന്. ആദ്യത്തെ കൊല്ലം നമ്മള് ചെടി തികച്ചും വാങ്ങുമായിരുന്നു. പരിചരണം എന്റെ മോനാ ഇത് ശരിക്കും ചെയ്യുന്നു. അപ്പൊ അവരൊപ്പം നമ്മളെല്ലാരും കൂടിയിട്ട് എല്ലാരും ഇവിടെ കാണാൻ വരുന്നതിന് നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പൊ പൂന് വന്ന് ചോദിക്കും, നമ്മളതിന്റെ ഇതിൽ കൊടുക്കുക. അങ്ങനെ അത് വിഷമമുണ്ട്, ഇത് നട്ടെടുക്കാൻ വേണ്ടി ഒരുപാട് വിഷമമുണ്ട്. അതിനെക്കാട്ടിയും കൂടുതൽ ഇപ്രാവശ്യം മന്ത്രി രാജേഷ് വന്ന് കാണാൻ കഴിഞ്ഞു. ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീട് കാണില്ലേ, ഈ കൊച്ചു വീടിന് മുമ്പിലായിട്ട് ചെണ്ടുമല്ലി കൃഷിയുടെ പാടം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ വർഷവും ഓണത്തിൻ്റെ സമയത്ത് 2 മാസം മുമ്പായിട്ട് ഇവിടെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് ചെറിയ അവരുടെ ആ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് ഇവിടെ ഈ കൃഷി നടത്തുന്നത്. ഒരുപാട് ചെണ്ടുമല്ലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളർത്തുന്നതിനെ പറ്റിയിട്ടും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വീട്ടമ്മ നമ്മളോട് ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ എന്നും പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ചാൽ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഓണത്തിന് 2 മാസം മുമ്പായിട്ട് ചെണ്ടുമല്ലി കൃഷി നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊല്ലത്തെ ഈ കൃഷി ഉദ്ഘാടനം ചെയ്തത് MP രാജേഷ് മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ നാട്ടിൽ വളരെ അറിയപ്പെടുന്ന ഒരു ചെണ്ടുമല്ലി കൃഷി ഇടം തന്നെയായിട്ടുണ്ട് ഈ ഒരു ഏരിയ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ഈ വീട്ടിലെ ഇവരുടെ മകനാണ് ഇവിടെ കൃഷി കൂടുതലായി ചെയ്യുന്നത് എങ്കിൽ കൂടി ഇവരും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ശരിക്ക് നിങ്ങൾ ഇപ്രാവശ്യം നട്ടത് വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് മഞ്ഞയുണ്ട്, മഞ്ഞ ആയി വരുന്നേ ഉള്ളൂ, ഓറഞ്ചാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഇപ്രാവശ്യം നട്ടതിൻ്റെ ഇതിൽ വിളവ്? നമുക്ക് ഇപ്രാവശ്യം നട്ടത് ഓറഞ്ച് വേക്കിലോട്ടാ നട്ടിന്. ആദ്യം നമുക്ക് ഓറഞ്ചാ വിരിയലേനു. അപ്പൊ അത് ഇപ്രാവശ്യം വേക്കിലോട്ട് നട്ടിച്ചെന്നാണ്ട് ഇപ്രാവശ്യം എന്തെന്നാന്ന് ഇങ്ങനെ പറ്റിയതല്ല. മഞ്ഞ അടിയിലാണ് പോകുള്ളത്, മുകളിൽ തേമ്പ് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷെ ഓറഞ്ച് വേഗം വിരിഞ്ഞ് മഞ്ഞ വിരിയാനുണ്ട് അത്ര കുറെ. ഇതിപ്പോ ആളുകൾ വന്നിട്ട് കൊടുക്കുന്നുണ്ടല്ലേ ഇവിടുന്ന്? ആള് വന്നിട്ട് കുറെ പോയി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ കിലോന് എത്ര റേറ്റ് പറയുന്നത്? കിലോന് നമ്മള് കഴിഞ്ഞ പോലത്തെ റേറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ വിലയിൽ നമുക്ക് എത്ര ഉണ്ടാവും? നമ്മളിപ്പോ കിലോന് 200 രൂപ ആയിട്ടാണ്. കിലോന് 200 രൂപ, അതായത് വർഷങ്ങളായിട്ടുള്ള വില തന്നെ 200 രൂപ. അതെ അതെ അതെ. അപ്പൊ നിങ്ങളും നിങ്ങളെ മകന്റെ ഭാര്യയും എല്ലാരും കൂടിയിട്ടുള്ളതാണ് പരിപാടി. വളമെല്ലാം എന്താ ഇതിനിടല്? വളം സാധാരണ നമ്മള് പച്ചക്കറിക്ക് ഇടുമ്പോൾ തന്നെ ചാണകവും കോഴിവളാണ്. കോഴി കാഷ്ടം അല്ലേ? അതതിന്റെ പ്രധാനം അല്ലേ? എത്ര ദിവസം എടുക്കുന്നുണ്ട് ഇതിങ്ങനെ ആവാൻ വേണ്ടിട്ട്? ദിവസത്തിന്റെ കണക്കല്ല, മാസങ്ങളായിരിക്കും അല്ലെ? 3 മാസം 2 മാസം? 2 മാസാണ്. അതെ അതെ. അപ്പൊ മഴക്കാലത്ത് നട്ട ഒരുപാട് അധ്വാനം ഉണ്ട് ഇതിന്റെ പിന്നിൽ അല്ലെ? അതെ അതെ. ഇപ്പൊ ഇടക്കിടക്ക് മഴ പെയ്യുന്നതുകൊണ്ട് വലിയ തോതിൽ വെള്ളം നനക്കണ്ടായിരുന്നു അല്ലെ? നമുക്കിടെ മഴ ഒരു ദിവസം പെയ്തിട്ടില്ലെങ്കിൽ വെള്ളം നനക്കണം. പൂഴി സ്ഥലമായത് കൊണ്ടല്ലേ? സ്ഥലം നമ്മള് ചാൽ ബീച്ചിനടുക്ക് ഹരി റോഡ് അങ്ങനെയാണ്, ആ റോഡ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു വക ആളെല്ലാം വരുന്നത് കൊണ്ട് അല്ല 3 നേരത്തിനിടയ്ക്ക് എത്തി ഓട്ടോക്കാരോട് പറഞ്ഞാലെല്ലാം ഇവിടെ കൊണ്ടാക്കും. അങ്ങനെയാണ്.
അപ്പൊ ഏത് സമയത്ത് വന്നാലും ഏത് സമയത്ത് വന്നാലും ഉണ്ട്, ഓണം കഴിയുന്നവരെ അല്ലേ? ഓണം കഴിഞ്ഞ ഇതിപ്പോ കൃഷി ഏത് സമയം വരെ ഉണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് പറയോ? ഇതിപ്പം കൃഷി മകം വരെയല്ലേ ആക്ക് പൂ വേണ്ടു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പൊരിച്ച് കളഞ്ഞിട്ട് പച്ചക്കറി നടുവയ്യ. പച്ചക്കറി നടും അല്ലാണ്ട് മറ്റേ പൂജ ആവശ്യങ്ങൾക്കുള്ള ഓർഡർ ഒന്നും ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ അങ്ങനെ കൊടുക്കേണ്ട വന്നിട്ടില്ല. ഓണത്തിനാകുമ്പോഴത്തേക്കന്നെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ട് തീരും. ഓണത്തിന് നമ്മളെ നാട്ടിലുള്ളവർക്ക് അധികവും പൂ കിട്ടില്ല. ഇടുന്ന് ദൂരത്തുനിന്ന് വരുന്നവരെന്നെ ഇത് കാണാൻ വരുന്നവരെല്ലാം വാങ്ങിക്കൊണ്ടോക്കാന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ പൂ അങ്ങനെ ഒരു നഷ്ടമായിട്ട് അങ്ങനെ വരുത്തില്ല. എല്ലാരും കൊണ്ടുപോയി തീരും. അപ്പം പിന്നെ ഓണത്തിന് ശേഷം എത്ര മാസം മുമ്പേ ഇടുന്ന പറഞ്ഞത് ഒന്നുകൂടി അത് പറയോ? ഓണത്തിന് മുമ്പേ 2 മാസം ഇത് ആദ്യം മുളപ്പിച്ചിട്ട് വേണ്ടേ തൈ കുറച്ച് വെള്ളം വെച്ചാലേ നടുവാ. ആദ്യം തൈ മുളപ്പിച്ചിട്ട് ചെടിയാക്കി എടുത്തിട്ട് പിന്നെ കുറച്ച് ചെടി വാങ്ങുകയും ചെയ്തിന്. ആദ്യത്തെ കൊല്ലം നമ്മള് ചെടി തികച്ചും വാങ്ങുമായിരുന്നു. ഇപ്പൊ നമ്മള് കുറച്ച് മുളപ്പിച്ച് കുറച്ച് ചെടി വാങ്ങുകയും ചെയ്ത് അങ്ങനെയാണ് നമ്മളിതിനെ പറ്റിയെല്ലാം ചെയ്തത്. അപ്പോൾ ഇവരെ വീടാണ് ഈ ബേക്കിലായിട്ട് കാണുന്നത് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് രാവിലെ ഇവർ ഇതിൻ്റെ ഇത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരെ കുടുംബ സ്വത്തായിട്ടുള്ള സ്ഥലത്തായിട്ട് തന്നെയാണ് ഈ ഒരു കൃഷി ഉള്ളത്. കാണില്ലേ, ഒരുപാടുണ്ട്. ഇനിയും ഇത് ഒരുപാട് പൂക്കൾ ഇനിയും വിടരാനുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഭംഗിയായിട്ട് കാണുന്ന ഇപ്പുറത്ത് കാണില്ല ഓറഞ്ച് നിറത്തിലുള്ള ഇതേമാതിരി ഇപ്പുറത്തും ഒരുപാട് പൂക്കൾ വിടരാനുണ്ട്. അപ്പോൾ ഇതിലും കൂടി ഭംഗിയുണ്ടാവും. ആവശ്യത്തിലേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് മേടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥലത്തിൽ പറയുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പൂ മേടിക്കുക. ഇവിടെ വന്നാൽ കിട്ടും. ഓക്കെ. കാണുന്ന കൂട്ടരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചും പറയണ്ട? ഒരു ഓണാശംസ എല്ലാം പറഞ്ഞാൽ പിന്നെ കുറച്ച് വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഇവിടെ കാണാൻ വരുന്നതിന് നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ പൂവിന് വന്ന് ചോദിക്കും, നമ്മൾ അതിന്റെ ഇതിൽ കൊടുക്കുക. അങ്ങനെ അതെല്ലാം നമുക്കൊരു വലിയ ഇത് ഒരു ജനങ്ങൾ വരുന്നതിന് നമുക്കൊരു വലിയ സന്തോഷമാണ്. പണ്ട് നിങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ല ഇത്, നേരത്തെ പറഞ്ഞ കേട്ട് വിൽക്കാൻ ചെയ്തതല്ല. നമ്മൾ ആദ്യം ഒന്ന് ട്രയൽ നോക്കിയത് എൻ്റെ മോൻ കുറച്ച് ചെടി നട്ട്. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിനെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളല്ലോ അവര് വന്ന് അവർ പറഞ്ഞു ചേട്ടാ ഇത് കുറച്ച് അടുത്ത പ്രാവശ്യം കുറച്ച് ജാസ്തി ആക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പിറ്റേത്തെ കൊല്ലം കുറച്ച് ജാസ്തിയായി. അങ്ങനെ ഉദ്ഘാടനം എല്ലാം വെച്ച് ശ്രീമതി ടീച്ചറും ദിവ്യാമ്മയുടെ എല്ലാം വന്നിട്ടാണ് നമുക്ക് ഉദ്ഘാടനം ആദ്യത്തെ കൊല്ലം. പിന്നെ കഴിഞ്ഞ കൊല്ലം MLA വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ കൊല്ലം കുറെ ജാസ്തിയാക്കി. അതിനെക്കാട്ടിയും കൂടുതൽ ഇപ്രാവശ്യം മന്ത്രി രാജേഷ് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. നമുക്ക് ഈ ആളെല്ലാം വരുത്തുതന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. വന്ന് കാണല്, വന്ന് ഫോട്ടോ എല്ലാം എടുത്ത് പോകുന്നതെല്ലാം കാണുമ്പോൾ നമുക്കൊരു വലിയ മനസ്സിനൊരു നല്ലൊരു സന്തോഷം. വിൽക്കുന്നതിനേക്കാളും നമുക്ക് ആള് വന്ന് കാണലാന്ന് വലിയൊരു, മോനും അങ്ങനെ തന്നെയാന്ന് പറയാ. ആള് വന്ന് കാണല് വലിയൊരു സന്തോഷം. നമ്മുടെ നാട്ടില് ഒരു നല്ല ഒരു പൂക്കൃഷി എന്നുള്ള ഒരു പേര് ആയല്ല. രണ്ട് ഇപ്രാവശ്യം കുടുംബശ്രീ നമ്മളെ ഇവന്റെ ഒരു ചങ്ങായി എല്ലാം നട്ടിട്ട് ആ ചങ്ങായിയുടെ ഇടയ്ക്കും പിന്നെ കഴിഞ്ഞ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് കടന്നപ്പള്ളി രാമേന്ദ്രൻ വന്ന് അങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊരു നല്ല ഇതല്ലേ, അറിയപ്പെടുന്ന ഒരു കാര്യല്ലേ ഇത്. ഇപ്പൊ പച്ചക്കറി നമ്മളെ ഈ ചാലില് വഴി ഭയങ്കര കുറെ കൊല്ലങ്ങളായിട്ട് നടന്നതാണ്. ഇതാരും ചെയ്യലില്ല ഈ പൂക്കൃഷി. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഈ ഒരു പൂവിന്റെ പേരും വന്ന് എന്നിട്ട് നമ്മള് മാത്രം ഇപ്പൊ എല്ലാരും നടന്നതുകൊണ്ട് നല്ലൊരു പേരായി. നടാനൊരു അതെല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. ഓൻ ചെയ്യുന്ന രീതിയെല്ലാം പറഞ്ഞു കൊടുക്കും. വളമിടേണ്ടതും നടേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അവരും അതുപോലെ ചെയ്ത്. വിഷമമുണ്ട് ഇത് നട്ടെടുക്കാൻ വേണ്ടി, പാട് വിഷമമുണ്ട്. അങ്ങനെ അങ്ങനെയല്ലാണ്. അപ്പോൾ സജീവമായിട്ട് എല്ലാ വർഷവും ചെയ്യേണ്ട പരിപാടി ഉള്ളത് കഴിയുന്ന കാലം വരെ അങ്ങനെ. അതെ 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 എന്തായാലും നന്നായിട്ടുണ്ട്, കാണാനും നല്ലുണ്ട്. പക്ഷെ എനിക്കുള്ള ഒരു പരാതി തോന്നി, ഇപ്രാവശ്യം വന്ന സമയത്ത് പൂ കുറച്ച് ആവുന്നേ ഉള്ളൂ. അതാണ് നമ്മൾക്ക് നേരത്തെ ഇട്ടാലല്ലേ എല്ലാവർക്കും കാണാൻ പറ്റും. അതെ അതെ. എന്നാ പിന്നെ ശരി അമ്മ.